ജ്യോതികയ്ക്ക് എങ്ങനെയാണ് സൂര്യനെ കിട്ടിയതെന്നും അനുഷ്ക ദീദിക്ക് എങ്ങനെയാണ് വിരാട് കോഹ്ലിനെ കിട്ടിയതെന്നും എനിക്കറിയില്ല. വല്ല പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരും. കാരണം ചാറ്റ് ജി പി ടിനോടും ജെമിനിനോടും ഹൗ ടു ഫൈൻഡ് ഫിക്ഷണൽ മാൻ എന്ന് ചോദിച്ചു വെച്ച് ഞാൻ മടുത്ത്. അവരും വിചാരിച്ചിട്ടുണ്ടാവും ടെക്നോളജി ആണെങ്കിലും ഈ പെണ്ണിന് വല്ല പ്രാന്താണെന്ന്. കാരണം ഈ ലോകത്ത് എവിടെ നിന്നാണ് ഫിക്ഷണൽ മാനിനെ കിട്ടുക? എനിക്ക് അസൂയാവാറുണ്ട് കേട്ടോ. ചില ചേച്ചിമാർ വന്ന് റീലിൽ പറയും, എൻ്റെ ഏട്ടായി ഭയങ്കര കെയറിങ്ങാ, എൻ്റെ ഏട്ടായി എന്നെ രാജകുമാരിയെ പോലെയാണ് നോക്കുന്നത്. രാജകുമാരീനെ പോലെ നോക്കിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനായിട്ട് പരിഗണിച്ചാൽ മതി. കാരണം ഞാൻ പരിചയപ്പെടുന്ന എല്ലാ ചെക്കന്മാരെയും ഞാൻ രാജകുമാരിനെ പോലെ നോക്കേണ്ടി വരും. അതായത് ഇവരെ രാജകുമാരിനെ പോലെ ഞാൻ നോക്കേണ്ടി വരും. ഞാൻ ടെക്സ്റ്റ് ചെയ്യേണ്ടി വരും, ഞാൻ പ്ലാൻ ചെയ്യേണ്ടി വരും, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവന്മാരവിടെ ഉണ്ടോയെന്ന് പോലും പിന്നെ സംശയം കേട്ടോ. ജിമ്മിലെ ലെഗ് ഡേ പോലെയാണ് ഇവന്മാരൊരു റിലേഷൻഷിപ്പിനെ ട്രീറ്റ് ചെയ്യുന്നത്. വന്നാൽ വന്ന് എഫേർട്ട് എടുത്ത് ഒരു കൺസിസ്റ്റൻസിയും ഇല്ല. ആകെ മൊത്തം കൺഫ്യൂഷൻസ്. ഇപ്പം എനിക്ക് സത്യമായിട്ടൊരു ചെറുക്കനെ കാണുമ്പോൾ അടിവയറ്റുന്ന മഞ്ഞ് പെയ്യണമെന്നോ ബട്ടർഫ്ലൈ പൊങ്ങണമെന്നോ കുളിര് കോരണമെന്നോ ഒന്നുമില്ല. കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മതി. ചില ചെറുക്കന്മാരിപ്പോൾ പരിചയപ്പെടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എന്തിനാണ് ദൈവമേ എന്നെ ഒരു പെണ്ണായിട്ട് സൃഷ്ടിച്ചതെന്ന്. എനിക്കറിയില്ല. സ്റ്റേ സിംഗിൾ.